നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ഇനി മുതൽ പുതിയ ഔദ്യോഗികമായുള്ള ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം, മറ്റൊരു ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നുള്ള നിലയിൽ നിലവിലുള്ള സ്ഥലത്തു നിന്നും മാറാത്ത സാഹചര്യങ്ങളെ കൊണ്ട് ജോലി സ്ഥലത്തേക്ക് സ്ഥിരതാമസമാക്കുവാനൊരു അവസരം വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായുള്ള പ്രതിഫലം ലഭിക്കുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്താനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ളൊരു ഉദ്യോഗം മക്കൾക്ക് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിലവിലുള്ള രാജ്യത്തിൽ ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാലും ജോലിയുടെ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷ നൽകുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ളൊരു ജോലിക്ക് അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനൊരു ആർജവം അനുകൂലമായിട്ടുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കും. ബന്ധുമിത്രാദികളുടെ ദുരവസ്ഥകൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാൻ യോഗമുണ്ട്. യാത്രാവേളയിൽ പുറമേ നിന്നും ഭക്ഷണം കഴിക്കുന്ന പലർക്കും ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനിടയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പകർച്ചവ്യാധി പിടിപെടുവാനും ഒരു പക്ഷേ 1-2 ദിവസം മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ അവധി വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഇനി ഒരു വർഷത്തേക്ക് സാമ്പത്തികമായുള്ള വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന സങ്കല്പത്തോടു കൂടി അതിനുവേണ്ടി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഗുണകരമായി തീരും. ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പുതിയ പ്രചരണ രീതികൾ അവലംബിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. വിപരീതമായിരുന്ന പലരും, വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനിട വരുമെങ്കിൽ പോലും അവരുടെ സ്വാർത്ഥ താല്പര്യം കൂടി ഇതിൽ കണക്കാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അകമഴിഞ്ഞ സഹായം ചെയ്യുന്നതിൽ നിന്നും യുക്തിപൂർവം പിന്മാറുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായുള്ള വിളവെടുപ്പൊക്കെ വന്നു ചേരുകയും പലപ്പോഴും ഹ്രസ്വകാല കാർഷികമായുള്ള രീതികളായിരുന്നു. ഇനി മുതൽ ദീർഘകാല കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ആശയവിനിമയങ്ങളിൽ സുവ്യക്തവും സുദൃഢവുമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനുള്ള യോഗം കാണുന്നുണ്ട്. പലപ്പോഴും പരിഹാസവചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും യുക്തിയുക്തമായുള്ള സമീപനവും സുതാര്യതയുള്ള സമീപനവും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. പലപ്പോഴും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുവാനിടയുണ്ട്. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും വാശി പിടിക്കുന്ന ചില ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾക്ക് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ യോഗം കാണുന്നുണ്ട്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്നത് വഴി സ്വല്പം കൂടുതൽ പ്രയത്നം വേണ്ടിവരും. ഒരുപക്ഷെ ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ
മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കുന്ന കർമ്മമണ്ഡലങ്ങളിലെല്ലാം തന്നെ പൂർത്തീകരിക്കുവാനുള്ള സാധ്യത ഈ മാസത്തിൽ യോഗമുണ്ട്. ജന്മനാട്ടിൽ ഗൃഹം വാങ്ങിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും ഒരുപക്ഷെ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിച്ചാൽ മതി എന്ന് മാതാപിതാക്കളുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴി അന്വേഷണം ആരംഭിക്കുവാൻ ഇടയുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിടയുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. പുതിയ ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുന്നത് വഴി ചില ജോലിക്കാർക്കൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അവർക്ക് പരിശീലനം നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ പോലും അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളുടെ സമീപനം അല്ലെങ്കിൽ അവർ വന്നു ചേരുന്നത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓണക്കാലത്തിനനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനായിട്ട് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അനുകൂലമായി തീരുന്നത് വഴി ഒരുപക്ഷെ സ്വല്പം ആശ്വാസവും സമാധാനവും വന്നു ചേരുവാനും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വിവിധോദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനും ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനും യോഗമുണ്ട്. എന്നാൽ വാഹന ഉപയോഗത്തിൽ നിന്നും പരമാവധി പിന്മാറുന്നത് നന്നായിരിക്കും. അഥവാ ഉറക്കമൊഴിച്ചുള്ള യാത്രയും അതിവേഗതയുള്ള യാത്രയൊക്കെ തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു മാസത്തിൽ ഒഴിവാക്കേണ്ടതുമാണ്. വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയം കൈവരിക്കത്തക്ക വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കുവാനിടയുണ്ട്. പ്രവർത്തന ശൈലിയോട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കാനിടവരും. എന്നാൽ ഒരു വർഷത്തേക്ക് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കേണ്ടി വരും. എന്നാൽ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത്. അന്യദേശത്ത് വസിക്കുന്ന ചിലർക്ക് അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കാത്തത് വഴി ഒരുപക്ഷെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുവാനോ അഥവാ കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാനോ സാധ്യത കാണുന്നുണ്ട്. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിൻ്റെ അകാല വിയോഗം അതീവ ദുഃഖത്തിന് വഴിയൊരുക്കുവാനിടവരും. നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. മറ്റു ചിലർക്ക് ജോലിയിൽ ഉദ്ദേശിച്ച പോലെ നേട്ടം കുറയും. വേറെ ചിലർക്ക് എപ്പോഴും അസുഖങ്ങൾ, ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അസുഖങ്ങൾ വന്നു ചേരുക, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളെ കൊണ്ട് ഗ്രഹത്തിൻ്റെ വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. വിഭാവനം ചെയ്ത കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി നിഷേധിച്ചതിനാൽ മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് പോകുവാൻ അപേക്ഷകൾ നൽകുവാൻ സാധ്യത കാണുന്നു. പലപ്പോഴും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് തന്മയത്വത്തോടു കൂടിയതായിട്ടുള്ള സമീപനം ആർജിക്കുന്നതും അവലംബിക്കുന്നതും സ്വീകരിക്കുന്നതും ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ സാധ്യത കാണുന്നു. കീഴ് ജീവനക്കാരുടെ പലവിധത്തിലുള്ള ആശയങ്ങളും ഭാവിയിലേക്ക് സമയബന്ധിതമായിട്ട് അവലംബിക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ യോഗം കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്കും വിദഗ്ധമായുള്ള ചികിത്സകൾ വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് അതിന് ഏറ്റവും ഉദാത്തമായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് ചികിത്സാ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ യോഗം കാണുന്നുണ്ട്.
നിയമവിരുദ്ധമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ബന്ധുക്കൾക്കിടയിലുള്ള അജ്ഞാനത്തെ അതിജീവിക്കാൻ സുതാര്യതയുള്ള സമീപനം അവലംബിക്കുന്നത് ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ഇടവരും. കടം വാങ്ങിക്കുന്നതും കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പരമാവധി ഈ മാസത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മക്കളുടെ സാമീപ്യം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സൗമ്യ സമീപനത്താൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. സാംക്രമിക രോഗങ്ങളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും നിസ്സാരമായിട്ടുള്ള ചികിത്സകളെ കൊണ്ട് രോഗശമനം വന്നു ചേരുന്നത് വഴി ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെല്ലാം തന്നെ പുനരാരംഭിക്കുവാനും സാധ്യതയുണ്ട്. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ കീഴ്ജീവനക്കാരുടെ സഹായ സഹകരണത്താൽ എല്ലാം മംഗളകരമാക്കി തീർക്കുവാൻ യോഗമുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ക്ഷമ, വിനയം, ആത്മസംയമനം എന്നിവ അനുവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് 6 മാസത്തിനുള്ളിൽ നടക്കുന്ന മത്സരരംഗങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനാൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴി കാണുന്നു. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വല്പം പണച്ചെലവ് അനുഭവപ്പെടുവാൻ യോഗം കാണുന്നുണ്ട്. മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള അബദ്ധങ്ങൾ തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാസം കൂടുതൽ പ്രയത്നം, കഠിനാധ്വാനം, ഒരുപക്ഷെ അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ ആശയങ്ങളൊക്കെ തന്നെ ഉടമസ്ഥരെ ധരിപ്പിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. അനുദിനം വർദ്ധിച്ചു വരുന്ന തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി നിലവിലുള്ള ജോലിയിൽ അനന്തസാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. അനുഭവജ്ഞാനമുള്ളവരുടെ ആശയങ്ങൾ സ്വീകരിച്ച് പുതിയ തൊഴിൽ മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ യോഗം കാണുന്നുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം ഒഴിവാക്കി വ്യാപാര, വിപണന, വിതരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ യോഗം കാണുന്നു. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ തീർത്തും അവിചാരിതമായിട്ട് വന്നു ചേരുവാനും പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.